അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ആണിക്കല്ലാണ് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ ഒരു ദൈവവും ഇല്ല എന്ന അടിസ്ഥാനപരമായ ആദർശം. ഈ തൗഹീദിൻ്റെ വചനത്തിന് 1920-കളിൽ കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ആദ്യമായി പുതിയ അർത്ഥകൽപ്പന നടത്തിക്കൊണ്ട് മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട സഹായങ്ങളും ബറക്കത്തുകളും ഷിർക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് കടന്നു വന്ന വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. കേരളത്തിൽ ആശയപരമായി അവരെ ശക്തമായി എതിർത്തതിൻ്റെ ഫലമായി ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇതേ വിഷയത്തിൻ്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ശിഥിലമായി കിടക്കുകയാണ്. മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ ജിന്നിനും പിശാചിനും കഴിയുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തർക്കത്തോട് തർക്കമാണ്. ഈ വിഷയത്തിൽ യോജിപ്പിലെത്താനാകാതെ ഛിന്ന ഭിന്നമായി കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. അവരും പുതിയ ആശയവുമായി വന്നു. ഇന്ത്യ ഗവൺമെൻറ് അനുസരിച്ചാൽ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫറുകളാവും, മുശ്രിക്കുകളാവും എന്ന് പറഞ്ഞു. അതേ ജമാഅത്തെ ഇസ്ലാമി ആശയപരമായി സമസ്ത എതിർത്തതിൻ്റെ ഫലമായി ഇന്ന് അതേ ജമാഅത്തെ ഇസ്ലാമി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ദാരുണമായ സ്ഥിതിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബഹുമാന്യനായതിൻ്റെ അനിഷേധ്യനായ അധ്യക്ഷൻ അടുത്ത ഡിസംബർ 19 മുതൽ മംഗലാപുരത്തേക്ക് 28-ന് സമാപിക്കുന്ന വിധം സമസ്ത ശതാബ്ദി യാത്ര നടത്തുകയാണ്. അന്തസ്സായി ആത്മാഭിമാനത്തോടെ നടത്താൻ കഴിയുന്ന ഈ യാത്രയിൽ എല്ലാവർക്കും പങ്കാളികളാകാം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒറിജിനാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ബിദഅ വിഭാഗങ്ങളെ കൈയൊഴുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.